There is nothing in the world that can beat this view. Oh my god. കിട്ടില്ല ഫ്രണ്ട്സ്. ഗൈസ് നിങ്ങൾ കാണുന്നത് ഒരു പാമ്പ് ക്രോസ് ചെയ്യുന്നു. ആ പെട്ടെന്ന് നക്കിലാകാൻ പറ്റില്ല. നമ്മളിതാ ഇവിടെ കണ്ടൊരു ചെറിയൊരു കടയിൽ ചായ കുടിക്കാൻ നടത്തുന്നതാണ് കേട്ടോ. എന്നാ ചായ എടുക്കുക, ചായ 3 ചായ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ മൂവ് ചെയ്യണം കേട്ടോ. സമയം 5:10 നമുക്കിനി ഏകദേശം 45 ഹെയർ പിന്നുള്ളൊരു ടാസ്ക് വരുന്നുണ്ട്. നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് ഇറങ്ങണമെന്നുണ്ട്, നെയ്യിലെ വല്ലതും കാണാൻ പറ്റുള്ളൂ. കിട്ടിലും വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലോട്ടുള്ള റൂട്ട്. റൊട്ടിക്കടൈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, റൊട്ടിക്കടൈ. റൊട്ടികൾക്ക് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കട കാണുമായിരിക്കും ഇവിടെ. ദൂരെയുള്ള മലയൊക്കെ നോക്കി കഴിച്ചിട്ടുണ്ട്. പോകുന്നു ഇത് അങ്ങ് നമുക്ക് പോകേണ്ട വഴി കാണാം കേട്ടോ. നമ്മൾ ഈ മല ഫുള്ള് ചുറ്റി ആ മലയിലോട്ട് ചെന്ന് കയറും തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് വഴിയൊക്കെ പോകുന്നത്. ആ ഒരു വ്യൂ നോക്ക്, കിട്ടില്ലേ. പൊള്ളാച്ചി ഇങ്ങോട്ടാണ് കേട്ടോ. 55 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പൊള്ളാച്ചിക്ക്. അന്യായം തന്നെ അണ്ണാ, അന്യായം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഹെയർ പിന്ന്. നമ്മളിതാ ഇപ്പം 40-38 ഹെയർ പിന്നാണ് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. മലബാർ വിസ്ലിംഗ് ത്രഷ് ഹെയർ പിൻ ബെൻഡ് 35ാമത്തെ ഹെയർ പിന്നാണ് കേട്ടോ ഇത്. 34 ലെപ്പേഡ് ഹെയർ പിൻ ബെൻഡ്. ഓരോ ഹെയർ പിന്നും ഓരോ പേരാണ് കേട്ടോ. ഓരോ മൃഗങ്ങളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. അവിടെയാണ് ടൈഗർ ഹെയർ പിൻ ബെൻഡ്. 33ാമത്തെ ടൈഗർ. വാട്ട് എ വ്യൂ മാൻ. ഇവിടെ മിസ്റ്റ് സ്പ്രെഡിങ് സോണാണ് കേട്ടോ. അതായത് കോട ഇറങ്ങുന്ന സ്ഥലമാണ്. വീഴ്ച പോകണമെന്ന് ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കോടയും കീടയൊന്നുമില്ല. മൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് രാത്രി വല്ല മഴയോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. ഇതാണ് GA കാർവർ മാർഷ് ഹെയർ പിൻ ബെൻഡ്. ഇവിടെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നെ നോക്കിയേ, എന്താ ഭംഗി. രക്ഷയില്ല കേട്ടോ, കിട്ടില്ല സ്ഥലം. ഉണ്ട് ആ ഭാഗത്തൊക്കെ കാർമേഘമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ റെയിൻ കോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ 3G ആവും. ഈ ഹെയർ പിന്നിൻ്റെ പേരാണ് കേട്ടോ, എമറാൾഡ് ഡോവ് ഹെയർ പിൻ ബെൻ. 31 ഇത് തന്നെ. ഒരു ചായം കുടിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല കിളിരം വൈബായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാതായി പോയി. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരാണ് വൈൽഡ് ഡോഗ് ഹെയർ പിൻ ബെൻഡ്. 30ാമത്തെയാണ് കേട്ടോ. ഇവിടെ റോഡ് ടാറിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. പാച്ച് വർക്കാണ്, കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് അല്ല. മെയിൻ കുഴികളൊക്കെ അടക്കുന്നതന്നെ ഉള്ളൂ. ഇവിടെ എന്താ തിരക്കും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എവിടെയാണ് വാട്ടർഫോൾ? വാട്ടർഫോൾ കാണാനില്ല, എന്നാലും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർഫോൾ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. മലബാർ സ്റ്റാർലിംഗ് ഹെയർ പിൻ ബെൻഡ് എന്നാണ് 29ാമത്തെ ഹെയർ പിന്നിൻ്റെ പേര് കേട്ടോ. സാമ്പാർ ഡിയർ ഹെയർ പിൻ 27ാമത്തത്. അപ്പോൾ 26ാമത്തെ പിന്നിൻ്റെ പേരാണ് പ്ലം ഹെഡഡ് പാരക്കീറ്റ് ഹെയർ പിൻ ബെൻഡ്. വായിച്ച് വയ്യ. മലബാർ ഗ്ലൈഡിംഗ് ഫോർ ഹെയർ പിൻ ബെൻഡ്.
എന്തൊക്കെ പേരായില്ലേ, തവള അതിനാണ്, അല്ലെങ്കിൽ മാക്രി. ക്രിംസൺ ബാക്കറ്റ് സൺബേർഡ് ഹെയർ പിൻ ബേർഡ് 24. ഇതാരാന്ത് ഇങ്ങനെയൊക്കെ പേരിട്ടണം? അല്ല സുമതിയോളമെന്നോ ഭാർഗവിയോളമെന്നൊക്കെ ഇട്ടിരുന്നെങ്കിൽ വായിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഒരറ്റത്ത് നിന്ന് ഇങ്ങറ്റം വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴെ എത്തും. ആ ചാനലുണ്ട്, യൂട്യൂബിൽ ചാനലുണ്ട്. അപ്പോൾ ആ ആ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആ ആ ആ റേഞ്ച് സീനാ, കാരണം കറങ്ങുന്നേ ഉള്ളൂ. 80s കിഡ്സ് ആണ് കേട്ടോ. പോട്ടെ ചേട്ടാ. വ്യൂ നോക്ക്, വീട്ടിലല്ലേ. നമ്മളിതാ ഇത്രയും മല ഇറങ്ങിയാണ് കേട്ടോ താഴോട്ട് വന്നേ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 ഹെയർ പിന്നും കൂടെ ഉണ്ട് പോകാനായിട്ട്. ആ ഭാഗത്തായിട്ട് മേഘങ്ങളൊക്കെ മൂടി കിടക്കുന്നുണ്ടോ. 40 ഹെയർ പിന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടത്. 40 ഹെയർ പിന്നുണ്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടത്. നല്ല വ്യൂ ആണെന്ന്. പക്ഷേ ഇതുവരെ നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളി, രക്ഷയില്ല. ഒരു വലിയൊരു ഡാമിൻ്റെ റിസർവയർ നമ്മളാ കാണുന്നത്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇവിടെ ആലിയാർ ഡാം. ആ ആലിയാർ ഡാം ഇന്ന് നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല കാഴ്ച. ഇതാ 9ാമത്തെ ഹെയർ പിന്നാണ് കേട്ടോ. ഇതിൻ്റെ പേര് ലോംസ് വ്യൂ ഹെയർ പിൻ ബെൻഡ്. ഇതാ നമ്മുടെ നാഷണൽ ബേർഡിൻ്റെ പേര്, ഇന്ത്യൻ പീഫൗൾ ഹെയർ പിൻ ബെൻഡ്. 8ാമത്തേതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് ഇവിടെ നിന്നാൽ. 5ാമത്തെ ഹെയർ പിൻ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ ഹെയർ പിൻ ബെൻഡ്. പൊള്ളാച്ചിക്കിന് 32 കിലോമീറ്റർ ഉണ്ട്. ബ്ലൂ ബിയർഡഡ് ബി ഈറ്റർ ഹെയർ പിൻ ബെൻഡ് 3ാമത്തത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഹെയർ പിന്നിൻ്റെ പേരെന്താണെന്നറിയോ? ഗ്രേറ്റ് ഹോൺബിൽ ഹെയർ പിൻ ബെൻഡ്. ഇതാണ് ഫസ്റ്റത്തെ, ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ലാസ്റ്റത്തെ ഹെയർ പിൻ. അങ്ങനെ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഏറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ നൈസ്, ഒരു വെള്ളച്ചാട്ടം. ഇത് നമ്മൾ വന്ന വഴിയില്ല കാണുന്നത്. അത് ഗായ്സ് അവിടെ ഒരു വെള്ള പോലത്തെ ഒരു സംഭവം കണ്ടോ? വഴിയില്ലേ? ആ ഇതാ അവിടെ കാണുന്ന ഹെയർ പിൻ റോഡ് കണ്ടോ? അതുവഴിയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി മോളിൽ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. വാട്ട് എ വണ്ടർഫുൾ ഡേ മാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമുക്ക് കുറച്ച് വീഡിയോ കിട്ടിയില്ലെന്നുള്ള കാര്യം ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു. അല്ല ഡാമിൻ്റെ ഇതാണ് കേട്ടോ, ഡാമിൻ്റെ ആ ഭാഗമാണ് ആ കാണുന്നത്. അവിടെയാണ് ആ ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ പൊള്ളാച്ചി 25 കിലോമീറ്റർ. ഇപ്പോൾ തണുപ്പൊക്കെ പോയി കേട്ടോ, അത്യാവശ്യം ചെറിയൊരു തണുപ്പ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കൊടൈക്കനാൽ വരെയുള്ള റൂട്ട് ഇങ്ങനത്തെ റൂട്ടായിരിക്കും. നമുക്ക് എന്തായാലും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊടൈക്കനാൽ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്തിയിട്ട് വേണം നടുവൊന്ന് നിവർക്കാൻ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ വീണ്ടും റോഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു റൈറ്റ് എടുക്കണം, എന്നിട്ട് നേരെ കൊടൈക്കനാൽ. സമയം ഇപ്പോൾ 6:30 കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഊടുവഴി യാത്രയ്ക്കൊക്കെ ശേഷം നമ്മൾ നല്ലൊരു വഴിയിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം 104 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൊടൈക്കനാലിലോട്ട് പോകാനായിട്ട്. 2.5 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമ്മളങ്ങനെ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറായി കേട്ടോ. വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അതുപോലെ ഹമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ തന്നെ നമ്മുടെ ഏകദേശം ഒരു 10-20 ഹമ്പ് ചാടുന്നുണ്ട് കേട്ടോ. ഫുൾ ഹമ്പാണ്. നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിക്കാണ് ഹമ്പൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളിതാ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഈ കാണുന്ന കടയിൽ നിന്നായിരുന്നു ഡിന്നർ കഴിച്ചത്. ചിക്കൻ ഫ്രൈഡ് റൈസിന് 100 രൂപ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ഇതാ ആ കാണുന്നതാണ് നമ്മുടെ പളനി. മഴ നന്നായിട്ട് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറയും മൈക്കും എല്ലാം അകത്തായിരുന്നു. ഇപ്പോഴാണ് ഇത് വീണ്ടും എടുത്ത് ഫിറ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട്
മഴയാവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. ഞാനാണെങ്കിൽ റെയിൻ കോട്ടൊന്നും എടുത്തില്ലായിരുന്നു, ഇങ്ങോട്ട് മഴയൊന്നും കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി ഏകദേശം 65 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് കൊടൈക്കനാലെത്താനായിട്ട്. സമയം 9:35 11:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കും. മഴയായതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കാരണം ഗ്ലൗസ് ഇടാൻ പറ്റുന്നില്ല. ഗ്ലൗസ് നനഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, അത് നാളത്തേക്ക് ഉണങ്ങത്തൊന്നുമില്ല. അതുകൊണ്ട് അത് ഊരി വെച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, ജാക്കറ്റും നനയുന്നുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ജാക്കറ്റ് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല, ആകെ ഈ ടാങ്ക് ബാഗും നമ്മുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ബാഗും റെയിൻ കവർ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ്, അതൊന്നും നനയത്തില്ല. ആകെയുള്ള പ്രശ്നം ജാക്കറ്റ് നനയുന്നുണ്ട്. നാളത്തേക്ക് ഉണങ്ങില്ലെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു അവസാനം തമിഴ്നാട്ടിൽ ഇതാ മഴയായി. കേരളത്തിൽ മഴയുമില്ല, ഒന്നുമില്ല. എന്തായാലും ആളും തിരക്കൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം വലിയ രീതിക്കുള്ള വണ്ടികളൊന്നും കാണുന്നില്ല. അതെന്തായാലും ലാഭമായി. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും മഴ ചെറിയ രീതിയിൽ ചാർന്നുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ അത് കാര്യമാക്കിയില്ല. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കൂടുതലായി കേട്ടോ. മിക്കവാറും നാളത്തെ കാര്യം എങ്ങനെയാകുമെന്നൊരു പിടിയില്ല. നല്ല മഴയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ചാൻസൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മിക്കവാറും നമുക്ക് നമ്മുടെ പാസ് കാണിക്കേണ്ടി വരും. അതുകൂടെ കാണിച്ച് നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ഏകദേശം 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാനായിട്ട്. മരവിച്ച് രക്ഷയില്ലടാ, ഉടുക്കത്തെ തണുപ്പടാ നിനക്കൊക്കെ. ഓക്കെ, ഞാൻ ജാക്കറ്റ് ഫുള്ള് നനഞ്ഞ്. എടാ പന്നിയടാ, കാട്ടുപന്നി. കാശ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. രാത്രി മഴയും കോടയും എല്ലാം കൂടെ എരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാട്ടുപന്നി ഇതാ ഇപ്പോൾ കയറി അങ്ങോട്ട് പോയേ ഉള്ളൂ. കയറി എപ്പടി ഇറക്കി ക്ലൈമറ്റ്. ഇതിട്ടിട്ട് നീ ഫുള്ളും നനഞ്ഞില്ലേ? അപ്പോൾ ഇടാത്ത ഞാനല്ലേ ഭേദം. പൊന്നു ഗൈസ്, ഇവിടെ ഫുള്ളും കോടയാണ്, ഒരു വകയും കാണാൻ പറ്റുന്നില്ല. ഒരുത്ത അതിൻ്റെ ഇടയിൽ കയറി ജട്ടി നനഞ്ഞെന്നും പറഞ്ഞ് ജട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവൻ്റെ അണ്ടകളാകാൻ വരെ വെള്ളമായി. എന്നിട്ട് ചെറുക്കം വരുന്നുമില്ല. ഇന്ന് നമ്മൾ കുറേ പറഞ്ഞല്ലേ മഴയില്ല, ഉണങ്ങിക്കിടക്കുന്നു. അതെ, മഴയും തന്നു, തണുപ്പും തന്നു, കോടയും തന്നു, എല്ലാം തന്നു. അവിടെ ഒരു കാട്ടുപന്നിയും തന്നു. നീ അത് കുത്തി ചാവാതിരുന്നാൽ മതി. ഇത് കണ്ടോ, ഫുള്ള് കോടയാണ് കേട്ടോ. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഫുള്ള് കോടയാണ് കേട്ടോ, ഒരു വകയും കാണാൻ വയ്യ. ഇതിനെ ഫ്രണ്ടിൽ വിടാം. പിന്നെ ഇവൻ ബാക്കിൽ നിന്ന് ഈ ഫോഗ് ലൈറ്റ് അടിക്കുമ്പോൾ എനിക്കൊരു വകയും കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നമ്മളിതാ കയറി വരുന്തോറും ഫോഗിൻ്റെ ആ ഒരു കാഠിന്യം കൂടി വരികയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മുകളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വിചാരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗ്ലൗസ് വാട്ടർ പ്രൂഫൊന്നും അല്ല, അതുകൊണ്ട് അതൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ റെയിൻ കോട്ടും ഇല്ല, റെയിൻ പാൻറ്റും ഇല്ല, ഷൂസും നോർമൽ ഷൂസുമാണ്. എല്ലാം നനഞ്ഞ് കൊണ്ടാടാകും പോലെ നനഞ്ഞിരിക്കുകയാണ്. തണുത്തിട്ടാണെങ്കിൽ എനിക്ക് അറിയുന്നില്ല, എൻ്റെ ബോഡി എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ് എനിക്ക്. ഫോഗ് ലൈറ്റ് ഇല്ലായിരുന്നു നിങ്ങൾ അവസ്ഥയിൽ വെച്ച് നോക്ക്. ഞാൻ കാണിച്ചു തരാം. ഫോഗ് ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തുകൊണ്ടോ ഈ വെള്ള ലൈറ്റ് കൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പോലും പറ്റില്ല. ചെറിയ ഡ്രിസിലിംഗ് മഴയേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ റിഫ്ലക്ടറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ മരവിച്ചെന്ന് തോന്നുന്നു, എനിക്ക് അറിയാനുള്ള വിരളൊക്കെ ഉണ്ടെന്ന്. രാത്രി സമയമായതുകൊണ്ട് ഇനി കാട്ടുപന്നി അങ്ങനത്തെ മൃഗങ്ങളൊക്കെ മിക്കവാറും വഴിയിലൊക്കെ കാണും. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ഇനി അതിൻ്റെ കുത്ത് വാങ്ങിച്ച് കൂട്ടേണ്ടി വരും. മര്യാദയ്ക്ക് റെയിൻ കോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ മതിയായിരുന്നു. നമുക്കിനി റൂമിലോട്ട് ഏകദേശം 20-25 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞാലേ നമ്മൾ കൊടൈക്കനാൽ ടൗണിലെത്തുള്ളൂ. ഇപ്പോൾ കോടയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതാ പ്ലെയിനായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്.
ഞങ്ങളിങ്ങനെ കുറച്ച് മുകളിലോട്ട് കയറി വന്നതും ഒട്ടും റോഡ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള മഞ്ഞാണ് കേട്ടോ. ഞാൻ രൂപം വെച്ചാണ് പോകുന്നത്. അവൻ്റെ ആ ബ്രേക്ക് ലൈറ്റ് നോക്കിയാണ് ഞാൻ പോകുന്നത്. അല്ലാതെ റോഡിൽ കട്ടറുണ്ടോ കുഴിയുണ്ടോ ഒന്നും എനിക്ക് കണ്ടുകൂടാ. ഭാഗ്യത്തിന് ഹെൽമെറ്റിൽ ആൻറ്റി ഫോഗ് ഉള്ളതുകൊണ്ട് ഫോഗ് ആവുന്നില്ല, അല്ലെങ്കിൽ അതും ഒരു പണിയായനെ. എൻ്റെ കൈ ഹാൻഡിലുമായിട്ട് ഇതായി പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല. കുട എന്ന് വെച്ചാൽ വൻ വിഷയം രീതിയിൽ ഇപ്പം നേരെ പോയ കടയ്ക്കകത്തിരുന്നേനെ. എനിക്ക് തോന്നുന്നു ഈ രാത്രി സമയങ്ങളിലാണെന്ന് തോന്നുന്നു ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ. രാവിലെ ഒന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ നാളെ നമുക്ക് പുറത്തിറങ്ങാനുള്ള ചാൻസൊക്കെ കുറയും. ഈ ഷൂ ഒന്നും നാളത്തേക്ക് ഉണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഫാൻ്റെ മൂട്ടിൽ കൊണ്ട് ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെരുപ്പ് എന്തെങ്കിലും വാങ്ങേണ്ടി വരും. ഇപ്പോൾ അതാ കോടയൊക്കെ മാറി കേട്ടോ, റോഡൊക്കെ ക്ലിയറായി. പക്ഷെ മഴ നിന്നിട്ടില്ല, മഴ ഇപ്പോഴും ഉണ്ട്. വല്ലാത്തൊരു തണുപ്പ് തന്നെയായിരുന്നു. കൊടൈക്കനാൽ ഇനി 32 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, 25 അല്ല, തെറ്റിപ്പോയതാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 32 കിലോമീറ്റർ ഉണ്ട് ഇനി. അയ്യോ, ഇടയ്ക്കൊന്നും എഴുതും തോന്നാനുള്ള. 10:10 രാത്രി 10:00 കുറ്റാക്കൂറ്റിയിട്ടത്ത് മല വരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. അത് മഴയും നനഞ്ഞ് കയ്യൊരു ജാക്കറ്റോ അങ്ങനെ ഒന്നുമില്ലാതെ ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാൻ ഇതിനൊക്കെ. അയ്യോ, അതാ വീണ്ടും കോട വന്ന് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും നമുക്കിപ്പം വിസിബിലിറ്റി കുറയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഈ റിഫ്ലക്ടറൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും വഴി ഏതാ കുഴി ഏതാന്ന്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്തത്ര കോടയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് സീനാണ്. എമ്പോ തണുത്തിട്ടാണെങ്കിൽ കൈയും കാലും ഓടാൻ വരും വയ്യ. കുന്നിൻ്റെ മണ്ടേ കൊണ്ട് ഓരോ സാധനങ്ങൾ പണിത് വെച്ചോളൂ. കൂടെയൊക്കെനാലെന്നും പറഞ്ഞ്. ഓ, കട്ടർ കുറച്ച് മുമ്പേ ശ്രീഹരി കാട്ടിലോട്ടൊക്കെ കയറി പോകാൻ പോയി. എന്തോ ഭാഗ്യത്തിനാണ് ബ്രേക്ക് പിടിച്ച് നിന്നത്. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വന്നേനെ ബൈക്കിനെ അവനെയും കൂടെ. അവൻ്റെ ഫോഗ് ലൈറ്റിൽ യെല്ലോ ലൈറ്റ് തീരെ താഴോട്ടാണ് കേട്ടോ അടിക്കുന്നത്. അതുകൊണ്ട് അവന് അത് ഇട്ടാൽ ഒന്നും കാണാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നത്. അതാകുമ്പോൾ അവനും കൂടെ കുറച്ച് കാണാൻ പറ്റും. ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, എല്ലാം അടച്ചിട്ടേക്കാണ്. സമയം 10:30 കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പം ഈ കട സമയത്തൊക്കെ ആര് കടയിൽ വരാൻ? ആകെ ഈ കട മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ, ചോക്ലേറ്റ് കട. ഈ കാര്യമൊക്കെ മരവിച്ച് എൻ്റെ അമ്പോ 2 ബസ്സും ലോറിയൊക്കെ വന്ന് ഇട്ടിട്ടിരിപ്പുണ്ട്. നമുക്കൊന്നും പറയാനുള്ള മാനസികാവസ്ഥയല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മിണ്ടാത്തത്. 23 കിലോമീറ്റർ എന്തുകൊണ്ട് ഇനിയും സമയം 10:50 11 മണി അടുപ്പിച്ചാവാറായി. ഒന്നും കാണാൻ പറ്റില്ല, മഞ്ഞ ലൈറ്റ് തന്നെ ശരണം. എന്തോ വരുന്നുണ്ടല്ലോ. ബസ്. ആൻറ്റി ഫോഗ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഇത് മുഴുവൻ ഫോഗായി. ഇത് ആൻറ്റി ഫോഗല്ല, ഇത് ഫോഗ്. അകത്തൊക്കെ ഫോഗായി. ഒരു വകയും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഞാനൊരു ഊഹം വെച്ചാണ് പോകുന്നത്. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അപ്പുറത്തൊക്കെയാണ്. പോണൊരുത്തൻ ഇവരെങ്ങനെ പോകണമെന്ന് അവനും അറിഞ്ഞൂടാ, വണ്ടിക്ക് പറഞ്ഞൂടാ. എങ്ങനെയെങ്കിലും റൂമെത്തി ആ കമ്പിളിയുടെ അടിയിൽ കിടന്നാൽ മതി എന്നേ ഉള്ളൂ. ഇവിടുത്തെ തണുപ്പേ, ഇനി തണുപ്പ് വേണോ? അതൊരു വലിയ കുഴിയായിരുന്നു. പിന്നെ ട്യൂബാണോ എൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്? ഒന്നും കാണാൻ വയ്യല്ലോ. ഹെൽമെറ്റിൻ്റെ വൈസറോട്ട് നമുക്ക് പൊക്കാനേ പറ്റത്തില്ല, കാരണം തണുത്ത കാറ്റാണ് മുഖത്തടിക്കുന്നത്. സത്യമായിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ കേട്ടോ. ഞാനൊരു ഊഹത്തിലാണ് പോകുന്നത്. അതാണ് ഞാൻ ഒട്ടും സ്പീഡ് എടുക്കാതിരിക്കുന്നത്. ഇങ്ങനെ അതാ വണ്ടിയും കൂടെ വരുമ്പം അത് ഭയങ്കര പാടാണ്. അയ്യോ, ഞാൻ ഇന്നേ വരെ ഇത്രയും തണുപ്പത്തും ഇത്രയും നേരം മഴയത്തും ഇങ്ങനെ ഓടിച്ചിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ടായി ഇങ്ങനെ. ഇത്രയും തണുപ്പ് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ടെങ്കിൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഗ്ലൗസും വാട്ടർ പ്രൂഫ് സോക്സും വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. കാരണം കാലൊക്കെ കല്ല് പോലെയായി. അയ്യോ, നിങ്ങളിത് വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഫുള്ള് മഴയായതുകൊണ്ട് ക്യാമറയുടെ ലെൻസ് ഫുള്ളും വെള്ളമായിരിക്കും. വഴിയോടെ റൈറ്റ് ആ തെണ്ടികൾ നേരെ പോവുകയും ചെയ്തു കേട്ടോ. കള്ളപ്പന്നികൾ. ശ്രീഹരി എങ്ങനെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്രീഹരി ഇപ്പോൾ കാണുന്നില്ല. ഇത്ര നേരം എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. മിക്കവാറും കയറിപ്പോയെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. നേരെ മറിച്ച് അവൻ കാട്ടിലോട്ട് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ
ശ്രീഗിരി വന്നെടുക്കാം. നിപ്പുണ്ട് രണ്ടും കൂടെ കൊണ്ട് നിപ്പുണ്ട്. ആൻറ്റി ഫോഗൊക്കെ തേഞ്ഞ് പോയാൻ തോന്നുന്നു. ഇപ്പോൾ ആൻറ്റി ഫോഗൊന്നുമല്ല, ഫുൾ ആൻറ്റിയാ, ഫുൾ ഫോഗാ. ഇങ്ങനെയൊക്കെ പോയിട്ട് റൂമിൽ ഹീറ്ററില്ല എന്നെങ്ങാനും പറയണം. ഇന്ന് അവിടെ 2 കൊലപാതകം നടക്കും. ഒന്നാ പറഞ്ഞവനും ഒന്ന് റൂം ബുക്ക് ചെയ്തവനും. ശ്രീഹരി, അതെ, 2നെ ഞാൻ തട്ട്. അയ്യോ, രക്ഷയില്ലാത്ത തണുപ്പാണേ. എനിക്ക് തണുപ്പ് വേണ്ടേ, എനിക്ക് ചൂട് മതിയേ. നമ്മൾ തണുത്ത് വിറച്ചത് ഈ ചായക്കടയിൽ നിർത്തി കേട്ടോ, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂട് ചായ കയ്യിലോട്ട് വെച്ചതൊന്നും അറിയുന്നില്ല, അത്രയ്ക്ക് തണുപ്പ് കേട്ടോ. ഇനി നമ്മുടെ റൂമിലോട്ട് 12 കിലോമീറ്റർ ഉണ്ട്. ഇവൻ പാറയായെന്ന് തോന്നുന്നു, ഇവൻ അനങ്ങുന്നില്ല. അനക്കമുണ്ട്, കുഴപ്പമില്ല. ശ്രീഹരി, ആൻറ്റി ഫോഗ് കാണിച്ചേ. ആൻറ്റി ഫോഗ് കുഴപ്പമില്ല, പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇവനെ കാണാതായപ്പോൾ വിചാരിച്ചു താഴെ ആ തോട്ടിലെങ്ങാനും കാണുമെന്ന്. പക്ഷേ ഭാഗ്യത്തിനോടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. ഡാഡി ഗിരിജ. മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും നല്ല ശക്തിക്ക് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ ശരീരമൊക്കെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയ കടയിലെ ചേട്ടൻ പറഞ്ഞത് ഇന്ന് തൊട്ടാണ് കേട്ടോ ഈ മഴയൊക്കെ തുടങ്ങിയത്. ഇന്നലെ വരെ ഒരു മഴയോ അങ്ങനത്തെ ഒരു സംഭവം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞാണ് കേട്ടോ കൊടൈക്കനാലിലേക്കുള്ള എൻട്രൻസ്. നമ്മളങ്ങനെ എത്തി. ഇന്നലെ വരെ ഒരു തേങ്ങയില്ലായിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, നമുക്കിപ്പോൾ ഒന്നും കാണാൻ വയ്യാത്ത. നമുക്ക് നാളെ തിരിച്ചിറങ്ങുമ്പം പോയി കാണാം. ഇന്ന് തൊട്ടാണ് ഇതൊക്കെ ആയത്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്, ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള മഴയാണ്, അപ്പോൾ നമ്മൾ തരുന്ന പ്രമാണിച്ചിട്ടുള്ള മഴയായിരുന്നു. അങ്ങനെ നമ്മൾ ഒടുവിൽ ആ മഞ്ഞത്തും തടാകത്തും എല്ലാം കൂടെ ഓടിച്ചതാണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് എത്തി കേട്ടോ. ഇനി മുകളിലോട്ട് വലിഞ്ഞ് കയറണം. നീ പോയി ആദ്യം റൂം എവിടെയാന്ന് നോക്കിട്ടോ, എന്നിട്ട് നമുക്ക് ബാഗ് എടുക്കാം. ഇത്രയും ഇന്ന് നാക്ക് കുഴയുണ്ട്. ഇപ്പോൾ ദാ മഴയില്ല, മഞ്ഞുമില്ല. മഞ്ഞുണ്ട്, മഴയില്ല. അയ്യോ, റൂം എവിടെ വരുമോ എന്തോ. അതിന് മുമ്പ് നമുക്ക് ബാഗൊക്കെ ഊരി വെക്കാം.